രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വേദവ്യാസ വിരചിതങ്ങളായ പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനമാണ് ശ്രീ മഹാഭാഗവതം അലങ്കരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ശ്രീകൃഷ്ണൻ്റെ പ്രത്യക്ഷ രൂപമാണ്. ഭാഗവതം ശ്രവിക്കുന്നതും പഠിക്കുന്നതും എല്ലാം തന്നെ പുണ്യപ്രദമാണ്. ഇന്നിവിടെ സപ്താഹം യജ്ഞം ശ്രീ ഗീതാരാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ഈ യജ്ഞം വളരെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് കലാകൃഷ്ണ ഭഗവാനോടും ഗുരുവായൂരപ്പനോടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ശ്രീമദ് ഭാഗവതം വായിച്ച് അതിൻ്റെ സന്ദേശം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് ആത്മാർത്ഥമായ അനുഭൂതിയും ആനന്ദവും പ്രദാനം ചെയ്യും. അങ്ങനെ നാടിനും നാട്ടുകാർക്കും സമാധാനവും സദ്ഗതിയും ഉണ്ടാക്കാൻ ഇത്തരം ആധ്യാത്മിക യജ്ഞം തീർച്ചയായും പ്രയോജനപ്പെടും. ഈ ആധ്യാത്മിക മഹായജ്ഞത്തിന് എല്ലാ മംഗളവും നേരുന്നു. അനുഗ്രഹിക്കണേ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസദ് കൃഷ്ണായ ദത്തം മനാ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്യഹം കൃഷ്ണേ ഭക്തിരജഞ്ജലാത്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീകൃഷ്ണ കമലാമാധോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ ശ്രീവത്സ കൗതുകലരോ യശോദാവത്സലോ ഹരി ചതുർഭുജാത ചക്രാസി ഗദാശങ്കായുധ ദേവകീ നന്ദന ശ്രീശോ നന്ദഗോപ പ്രിയാത്മജ യമുനാമേക സംഹാരി ബലഭദ്ര പ്രിയാനുജ പൂതനാ ജീവിതഹര ശകടാസുരഭഞ്ജന നന്ദവ്രജനാനന്ദി സച്ചിദാനന്ദ വിഗ്രഹ നവനീതവയുക്താംഗോ നവനീതനടോനക നവനീതനവാഹാരോ മുജുകുന്ദ പ്രസാദക ഷോഡശസ്ത്രീ സഹസ്രേശ ത്രിഭംഗി മധുരാകൃതി ശുഗവാകമദാംധീന്ദ്രു ഗോവിന്ദോ യോഗിനാമൃതി വത്സവാടചരോനന്ദോ ദേവാസുരമർദ്ദന ത്രിനീകൃതഗണാവത്തോ യമളാദിനമഞ്ജന ഉത്താരകാലദേതായ സമാന ശ്യാമളാകൃതി ഗോപഗോപീശ്വരോ യോഗി കോടിസൂര്യ സമപ്രഭ കിലാപതി പരം ജ്യോതി ആദവേന്ദ്രോ യദൂദ്വഃ വനമാലി പീതവാസ പാരിജാതാപഹാരക ഗോവർദ്ധനാഥനോ ദത്ത ഗോപാല സർവപാലക അജോ നിരഞ്ജന കാമ ജനക കഞ്ചരോജന മധുരാ മധുരാനാഥോ ദ്വാരകാനായകോ ബലി വൃന്ദാവനാംഗ സഞ്ചാരി തുളസീരാമഭൂഷണ ശമന്തകമണേർഭക്ത നരനാരായണാത്മക കുബ്ജാകൃഷ്ടാംബരധരോ മായി പരമപുരുഷ മുഷ്ടികാസുരചാണൂര മല്ലയുദ്ധ വിശാരദ സംസാരവൈരി സംസാരി മുരാരിർനരകാന്തക അനാദി ബ്രഹ്മചാരി ജന കൃഷ്ണാവിതനകർഷക ശിശുപാല ചിരശ്രേഷ്ഠ ദുര്യോധന കുലാന്തക വിദുരാക്രൂരവരദോ വിശ്വരൂപ പ്രദർശക സത്യവാക് സത്യസങ്കൽപ സത്യഭാമാരദോ ജീ സുഭദ്രാ പൂർവജോ വിഷ്ണു ഭീഷ്മമുക്തി പ്രദായക ജഗദ്ഗുരു ജഗന്നാഥോ വേണുനാഥ വിശാരദ വൃഷഭാസുര വിധ്വംസി ബാണാസുരകനാന്തക യുധിഷ്ഠിര പ്രതിഷ്ഠാത മധ്യഭവാവഹംസക പാർത്ഥസാരഥിരവ്യക്തോ ഗീതാമൃതമഹോദനി കാളിയപ്പണമാണിക്യ രഞ്ജിത ശ്രീപദാംബുജ ദാമോദരോ യജ്ഞഗോത്ര ദാനവേന്ദ്ര വിനാശക നാരായണ പരം ബ്രഹ്മ കന്നദാസന വാഹന ജലക്രീഡാ സമാസക്ത ഗോപീവസ്ത്രാപഹാരക
പുണ്യശ്ലോകീർത്ഥവാദോ വേദവേദ്യോദയാനിധി സർവതീർത്ഥാത്മക സർവകരൂപീ പരാത്പര സർവതീർത്ഥാത്മക സർവകരൂപീ പരാത്പര ഏവം ശ്രീകൃഷ്ണദേവസ്യ നാമസ്തോത്രം ശതം സർവസിദ്ധിപ്രദാധാരം സർവമൃത്യുനിവാരണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. കടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധി ശ്രീമദ് മഹാഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ആരംഭിക്കുകയാണ്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എത്ര തന്നെ പറഞ്ഞാലും തീരാത്തതാണ്. 1000 നാവുള്ള അനന്തന് പോലും ആ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞാൽ ആവില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും മഹാത്മ്യമേറിയതാണ് ശ്രീമദ് മഹാഭാഗവതം. ശ്രീമദ് മഹാഭാഗവതം കേൾക്കാനോ ഭാഗവതത്തിനെ പറ്റി ചിന്തിക്കുവാനോ പോലും ഒരു ഭാഗ്യം ലഭിക്കണമെങ്കിൽ ജന്മാന്തര സുഹൃതം വേണമെന്നാണ് പറയുന്നത്. ആർക്കും എത്ര വളരെ എളുപ്പത്തിൽ ശ്രീമദ് മഹാഭാഗവതത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിലേക്ക് അടുക്കുവാനോ സാധിക്കുകയില്ല. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏതോ ഒരു പുണ്യം കൊണ്ടായിരിക്കാം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഭാഗവതവുമായി ബന്ധപ്പെടാനും ഭാഗവതത്തിനെ കുറിച്ച് പറയാനും കേൾക്കാനും അത് കയ്യിലെടുക്കാനും എല്ലാമുള്ള ഭാഗ്യം ആ ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ഏതോ ഒരു ജന്മത്തിൽ ചെയ്ത ഒരു പുണ്യം കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ജന്മാന്തരേ ലഭേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് എന്നാണ് പറയുന്നത്. അത്രയ്ക്കും മഹത്വമേറിയതാണ് അത്രേ ശ്രീമദ് മഹാഭാഗവതം. പുരാണ സംഹിതയാണ്. എല്ലാ വേദങ്ങളുടെയും സാരമായിട്ടുള്ളതാണ് ശ്രീമദ് മഹാഭാഗവതം എന്നാണ്. പത്മപുരാണത്തിലാണ് ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മാഹാത്മ്യം രചിച്ചിട്ടുള്ളത്. 6 അധ്യായങ്ങളിലായിട്ട് ശ്രീമദ് മഹാഭാഗവതം എപ്രകാരം കലിയുഗത്തിൽ നമുക്ക് സഹായിക്കും, കലിയുഗത്തിൽ ആ ഭഗവാനെ അറിയണമെങ്കിൽ നാം എന്തു ചെയ്യണം എന്നൊക്കെ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഭഗവാനെ കുറിച്ചിട്ട് അറിയാനുള്ളതാണ്. ഭാഗവതം നാം വായിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭാഗവതം എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് ആ ഭാഗവതം എടുത്തവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തെന്നാൽ ആ ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഭഗവാനിലേക്ക് ഉയരുക, ഭഗവാനെ അറിയുക, ഭഗവാനിൽ ലയിക്കുക, ഭഗവത് തൃപ്തി നേടുക. ഏതൊന്നു നേടിയാലാണോ നമുക്ക് വേറെ ഒന്നും നേടേണ്ടതായിട്ടില്ലാത്തത്, ഏത് ലഭിച്ചാലാണ് പിന്നീട് നമുക്ക് എന്തെന്ന് അറിഞ്ഞാലാണോ ഈ ലോകത്ത് നമുക്ക് അറിയാനായിട്ട് വേറെ ഒന്നും ഇല്ലാത്തത്. അപ്രകാരം അത്രയ്ക്കും മഹത്വരമായതാണ് ശ്രീമദ് മഹാഭാഗവതം. ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകം വിട്ടു പോകുമ്പോൾ കലിയുഗത്തിലുള്ള ജനങ്ങളെ ഉദ്ധരിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകാതെ ഉദ്ധവർ കരഞ്ഞു. തനിക്ക് വേണ്ടിയല്ല, ഭഗവാൻ ഈ ലോകം വിട്ടു പോയാൽ എല്ലാവരും ഇനി എന്താണ് ചെയ്യുക, ഇങ്ങനെയാണ് മനുഷ്യർ കലികാലത്തെ ദോഷത്തിൽ നിന്നും ഉദ്ധരിക്കുക, എന്താണ് ചെയ്യേണ്ടത്, ഭഗവാനെ അവിടുന്ന് വിട്ടു പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ ആ ഉദ്ധവർ വീണ് കരഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, എൻ്റെ മുഴുവൻ ചൈതന്യവും ദേഹം മാത്രമേ പോകുന്നുള്ളൂ, എൻ്റെ ചൈതന്യം മുഴുവൻ ഈ ഭാഗവതത്തിലുണ്ട്. ആരാണോ ഭാഗവതവുമായി അടുക്കുന്നത് അവരെ കലി അടുക്കുകയില്ല. അപ്രകാരം പൂർണ്ണമായിട്ടും ആ ഭഗവാന്റെ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ തന്നെയായിട്ടുള്ള ശ്രീമദ് മഹാഭാഗവതം നമുക്ക് ഈ കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടത്തുവാൻ, ആ സപ്താഹ യജ്ഞം നടത്തുവാൻ ആ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് നൽകിയ ഭഗവാന്റെ ഇഷ്ടപ്രകാരം നാം ചെയ്യുന്ന ഈ ശ്രീമദ് മഹാഭാഗവത സപ്താഹത്തിൽ ഭാഗവത മാഹാത്മ്യം 6 അധ്യായങ്ങളിലായിട്ട് പത്മപുരാണത്തിൽ 6 അധ്യായങ്ങളിലായിട്ടാണ് ശ്രീമദ് മഹാഭാഗവതം രചിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നാരദ മഹർഷി തന്നെയാണ് വ്യാസഭഗവാന് ശ്രീമദ് മഹാഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. എന്നാൽ ആ വ്യാസമഹർഷിക്ക് തന്നെ ശ്രീമദ് മഹാഭാഗവതം മറന്നുപോയി, നാരദ മഹർഷിക്ക് തന്നെ മറന്നുപോയി. ഭക്തിദേവി
വളരെയേറെ വിഷമിച്ച് കരയുകയാണ് വൃന്ദാവനത്തിൽ വെച്ച്. കലികാലത്തെ ജനങ്ങൾ എപ്രകാരമുണ്ട് എന്ന് അറിയുവാൻ വേണ്ടി ഭൂമിയിൽ വന്ന നാരദർ വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ വൃന്ദാവനത്തിൽ വെച്ച് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുകയും യൗവനയ്ക്കായ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ രണ്ട് ഭാഗത്തും വൃദ്ധന്മാരായിട്ടുള്ള രണ്ടുപേർ മയങ്ങി കിടക്കുന്നു. ഇത് കണ്ടിട്ട് നാരദ മഹർഷി അടുത്ത് ചെല്ലുകയും എന്താണ് കാരണം, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഭക്തി ദേവിയാണ് ഞാൻ, എൻ്റെ സന്താനങ്ങളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യമാണ് ഈ കിടക്കുന്ന വൃദ്ധന്മാർ. അമ്മയായിട്ടുള്ള ഞാൻ യുവതിയായിരിക്കുന്നു, മക്കൾ വൃദ്ധരായിട്ടും അവശരായിട്ടും ഇരിക്കുന്നു. ഇതെന്തൊരു വൈഭവമാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ നാരദർ പറഞ്ഞു കൊടുക്കുകയാണ്, അത് കലികാലത്തിൻ്റെ വൈഭവമാണ്, നിന്റെ ദോഷമല്ല, നിന്നെ ഞാൻ ഉദ്ധരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ നിന്നെ ഉദ്ധരിക്കാം, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഭഗവത്ഗീത തനിക്കറിയാവുന്ന എല്ലാ ശ്ലോകങ്ങളും എല്ലാ ഭക്തിയെ സംബന്ധിച്ചിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള സർവ്വകാര്യവും പറഞ്ഞു കൊടുക്കുകയും പക്ഷെ എന്തു പറഞ്ഞിട്ടും അവർക്ക് ഉദ്ധരണം ഒരു മാറ്റവും ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ എല്ലാ സ്ഥലത്തും പോയി എല്ലാവരോടും അന്വേഷിച്ച് ഒടുവിൽ അദ്ദേഹം ബദരിനാഥിലെത്തി സനകാദി മുനിമാരെ കാണുകയും അവർ പറയുകയാണ്, സപ്താഹമായിട്ട് ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞു കൊടുത്താൽ ഈ ഭക്തിദേവിക്കും മക്കൾക്കും ഉയർച്ചയുണ്ടാകും എന്ന് പറഞ്ഞിട്ട് സപ്താഹം യജ്ഞമായിട്ട് സനകാദികൾ 7 ദിവസം കൊണ്ട് ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞു കൊടുക്കുകയും അവിടെ ഭക്തിദേവിയും തൻ്റെ മക്കളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യവും വന്ന് തുള്ളിച്ചാടി വരികയും ചെയ്തു എന്നാണ് ആദ്യത്തെ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത്. അതിനു മുന്നേ പരീക്ഷത്തിന് ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീമദ് മഹാഭാഗവതം. പരീക്ഷിച്ച് മഹാരാജാവ് തന്നെ അറിയാതെ ഒരു തെറ്റ്, അത് നാളെ വരുന്നുണ്ട് ആ കഥകളൊക്കെ, ഒരു തെറ്റ് ചെയ്തപ്പോൾ തന്നെ മറന്നു ചെയ്ത ആ തെറ്റിന് അദ്ദേഹത്തിന് 7 ദിവസത്തിൽ മരിക്കുമെന്നുള്ള ഒരു ശാപം ലഭിക്കുകയും അത് ഒരു അനുഗ്രഹമായി കരുതിക്കൊണ്ട് അദ്ദേഹം ശ്രീമദ് മഹാഭാഗവതം അദ്ദേഹത്തിന് ശുഖബ്രഹ്മർഷി ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞു കൊടുക്കാൻ വന്നപ്പോൾ ദേവന്മാർ ദേവലോകത്തു നിന്നും അമൃത് കുംഭം കൊണ്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷത്തിന് മരിക്കാതിരിക്കുകയല്ലേ വേണ്ടൂ, അതുകൊണ്ട് ഈ അമൃത് നിങ്ങൾ എടുത്തുകൊള്ളൂ, ആ ഭാഗവതം ഞങ്ങൾക്ക് നൽകൂ എന്ന് പറയുകയാണ്. അപ്പോൾ വ്യാസമഹർഷി ശ്രീ ശുഖബ്രഹ്മർഷിക്കറിയാം ദേവന്മാർ എപ്പോഴും സ്വന്തം കാര്യം സാധിക്കുവാൻ വേണ്ടി ശ്രദ്ധിച്ചിറങ്ങുന്നത്, സ്വന്തം കാര്യം ലഭിക്കുവാൻ അവർക്ക് എപ്പോഴും നമുക്ക് നന്മ കിട്ടണം എന്നുള്ള ചിന്തയാണുള്ളത്. ഭക്തി അവർക്ക് അശേഷമില്ല. അതുകൊണ്ട് തന്നെ ഭക്തിയില്ലാത്ത അവർക്ക് ശ്രീമദ് മഹാഭാഗവതം നൽകാൻ പറ്റില്ല. എവിടെയാണോ ഭക്തി, ആർക്കാണോ ഭക്തി, അവർക്ക് മാത്രമേ ശ്രീമദ് മഹാഭാഗവതത്തെ കുറിച്ച് ചിന്തിക്കുവാനോ അത് സ്പർശിക്കുവാനോ അതിനെപ്പറ്റി അതിനോട് അടുക്കുവാനോ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. അതുകൊണ്ട് തന്നെ എത്ര വലിയ അമൃതം തന്നാലും ഈ ശ്രീമദ് മഹാഭാഗവതം തരാൻ പറ്റില്ല. അമൃതം എവിടെ കിടക്കുന്നു ഇരുമ്പ്, എവിടെ കിടക്കുന്നു സ്വർണം, അങ്ങനെയാണ് പറയുന്നത്. ഇരുമ്പിനും സ്വർണത്തിനും കമ്പയർ ചെയ്യുന്ന പോലെയാണ് ദേവലോകത്തെ അമൃതവും ശ്രീമദ് മഹാഭാഗവതവും എന്ന് പറഞ്ഞുകൊണ്ട് ശുഖബ്രഹ്മർഷി അവർക്ക് ദേവന്മാർ എത്ര തന്നെ യാചിച്ചിട്ടും ഭാഗവതം നൽകിയില്ലത്രേ. അത്രയ്ക്കും മഹത്വമേറിയതാണ് ഭാഗവതം എന്നാണ് ശ്രീമദ് മഹാഭാഗവതത്തിൽ പറയുന്നത്. അതല്ലാതെ പിന്നീട് 2-3 അധ്യായങ്ങളിലായിട്ട് വരുന്നത് ഒരു ദുന്ദുകാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേതാത്മാവിനെ എപ്രകാരം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉദ്ധരിച്ചു. അദ്ദേഹം അത്രയ്ക്കും ദുഷ്ടനായിട്ടുള്ള ആ പ്രേതാത്മാവിന് ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്തിട്ട് പോലും മുക്തി ലഭിക്കാതെ ഇരുന്നപ്പോൾ ശ്രീമദ് മഹാഭാഗവതം സപ്താഹമായി നടത്തൂ എന്ന് സൂര്യദേവൻ ഉപദേശിച്ച പ്രകാരം ആ ഗോകർണൻ എന്ന പേരായിട്ടുള്ള സഹോദരൻ ശ്രീമദ് മഹാഭാഗവതം 7 ദിവസങ്ങളിലായിട്ട് പറഞ്ഞു കൊടുക്കുന്നതും ആ ദുന്ദുകാരിക്ക് മോക്ഷം ലഭിക്കുന്നതും അത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് എത്രയും ദുഷ്ടാത്മാവായിട്ടുള്ള ആ പ്രേതാത്മാവിന് ശ്രീമദ് മഹാഭാഗവതം വളരെ ശ്രദ്ധയോടുകൂടി കേട്ട ഒരേ ഒരു ഇതുകൊണ്ട് മുക്തി ലഭിക്കുന്നതുമാണ് 2, 3, 4 അധ്യായങ്ങളിലായിട്ട് പറയുന്നത്.
6-ാമത്തെ അധ്യായത്തിൽ എപ്രകാരമാണ് ശ്രീമദ് മഹാഭാഗവതം ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് 7 ദിവസം കൊണ്ട് ശ്രീമദ് മഹാഭാഗവതം പറയുന്നത് എന്നൊക്കെയുള്ള അത് വിവരിക്കുകയാണ്. ശ്രീമദ് മഹാഭാഗവതം ഒരു യജ്ഞമാണ്, വ്രതനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടതാണ്. അനേക ദിവസങ്ങളിൽ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അതൊരു മടുപ്പായിരിക്കും ആ വ്രതനിഷ്ഠ. അതുകൊണ്ട് ഒരു ചിട്ട വെച്ചിട്ട്, പിന്നെ അതല്ലാതെ പരീക്ഷത്തിന് ലഭിച്ച ശാപവും 7 ദിവസത്തിനുള്ളിൽ 7-ാം ദിവസം നീ മരിക്കുമെന്നാണ്. അപ്പോൾ 7 ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ ഭഗവാനിലേക്ക് ഉയർത്താം, ചിട്ടമയോടുകൂടി വായിച്ച് ഉയർത്താം എന്നുള്ളതാണ് ആ 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യാൻ കാരണം എന്നൊക്കെ സനകാദികൾ പറഞ്ഞു കൊടുക്കുന്നതാണ് 6-ാമത്തെ അധ്യായം. എല്ലാ 6 അധ്യായമാണെങ്കിലും എല്ലാത്തിലും അനേക ശ്ലോകങ്ങളുണ്ട്. ഏകദേശം 500-ലധികം ശ്ലോകങ്ങൾ ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യത്തിലുണ്ട്, പത്മപുരാണത്തിൽ വരുന്ന ഈ ഭാഗത്തിൽ. എപ്രകാരം ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ആ പരമമായ ആനന്ദം ഭഗവാനിലേക്ക് തന്നെ ഉയർന്നുകൊണ്ട് എപ്രകാരം ആ പരമാനന്ദം ലഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഭാഗവതത്തിലെ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. ആനന്ദം എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ്. പുറത്തുനിന്ന് ലഭിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും പരമമായ ആനന്ദം ഒരിക്കലും ലഭിക്കുകയില്ല. ഉണ്ടായതെല്ലാം നശിക്കുന്നതാണ്. ഉള്ളത് എന്ന് പറയുന്നത് ആ ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാനിലേക്ക് ഉയരുവാൻ, ഭഗവാനെ അറിയുവാൻ സാധിച്ചാൽ മാത്രമേ ആ പരമാനന്ദം ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ കാണാം. സാമ്പത്തികമായിട്ടും മറ്റുള്ള വിധത്തിലും ഒക്കെ ഉയർച്ചയിലുള്ള പലരും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ കണ്ടാൽ നമുക്കതിൽ നിന്നും മനസ്സിലാവാം. ഏറ്റവും ഉയരത്തിലെത്തിയാലും എന്തോ ഒരു തൃപ്തിയില്ലായ്മ അവർക്കുണ്ടാകും. എന്നാൽ ആത്മാവിൻ്റെ, നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാരാമനായിട്ടുള്ള ആ ഭഗവാനിലേക്ക് നാം ഒരു നിമിഷം ലഭിക്കും, ക്ഷണികമായിട്ടെങ്കിലും ഒരു നിമിഷം നാം ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ പരമാനന്ദം അത് എന്നും നിലനിൽക്കുന്നതാണ്. ആ ആനന്ദം ലഭിക്കുവാൻ വേണ്ടിയാണ് എല്ലാവരും പലതരത്തിലും ലൗകികമായി ശ്രമിക്കുന്നത്. പക്ഷേ ലൗകികമായ ഒരു കാര്യം കൊണ്ടും നിരന്തരമായ ആനന്ദം ലഭിക്കുകയില്ല എന്ന് ഭാഗവതത്തിൽ അനേകം ശ്ലോകങ്ങളിലായിട്ട്, അനേകം അധ്യായങ്ങൾ, 325 അധ്യായങ്ങളിലായിട്ട്, ഏകദേശം 18,000-ഓളം ശ്ലോകങ്ങളിലായിട്ട് പല വിധത്തിലുള്ള മനുഷ്യരും എന്തിനാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ, ഭാഗവതത്തിൽ ഒരു കാലഘട്ടത്തിനെ പറ്റി ത്രേതായുഗം, ദ്വാപരയുഗം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് ഈ യുഗങ്ങളിൽ ഓരോ യുഗത്തിലുള്ള എല്ലാവരെ പറ്റിയിട്ടും അവർക്കൊക്കെ എങ്ങനെ ആ പരമാനന്ദം ലഭിച്ചു, ഇങ്ങനെ അവരൊക്കെ ഭഗവാനിലേക്ക് ഉയർന്നു. അത് സാധാരണ മനുഷ്യനുണ്ട്, ചക്രവർത്തിയുണ്ട്, രാജാക്കന്മാരുണ്ട്, ആനയുണ്ട്, പക്ഷികളുണ്ട്, എല്ലാം ഓരോരുത്തരുടെ കഥയും ഉദ്ധരിച്ചുകൊണ്ട് ഓരോ തരത്തിലുള്ള ജനങ്ങളാണ് നമ്മൾ ചുറ്റുവട്ടവും കാണുന്നത്. ഓരോ തരത്തിലുള്ള മനുഷ്യനും അവനവന് പറ്റുന്ന ആ കഥകളെടുത്ത്, ആ കഥകൾ താത്വികമായിട്ടുള്ള കഥകളാണ്, അതിലെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ആ ഭഗവാനിലേക്ക് ഉയരാൻ പറ്റും. അത് ആനയ്ക്ക് പോലും ഉയരാൻ പറ്റും. പിന്നെയാണ് മനുഷ്യനെ എന്ന് കാണിക്കുന്ന മാതിരി ഗജേന്ദ്രമോക്ഷം, ഇങ്ങനെ പലതരത്തിലുള്ള കഥകളിലൂടെ നമ്മുടെയൊക്കെ ഉദ്ധരിക്കുവാൻ വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്രീമദ് മഹാഭാഗവതം. അതുകൊണ്ട് തന്നെയാണ് ഭഗവത് സ്വരൂപിയായിട്ടുള്ള ആ ശ്രീമദ് മഹാഭാഗവതം ഏറ്റവും ശ്രേയസ്കരമാണ്. അതുതന്നെയാണ് ഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ടത്. എന്തെന്നാൽ ഭഗവത് സ്വരൂപം തന്നെയാണ് അത്. അങ്ങനെ ഭഗവാന് പ്രിയപ്പെട്ടിട്ടുള്ള ആ ഭഗവാന്റെ ഭാഗവതം തന്നെ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് 7 ദിവസം പാരായണം ചെയ്ത് പ്രതിഷ്ഠാ ദിനമായിരുന്നു ആ ഭഗവാന് സമർപ്പിക്കുവാൻ ഒരുപക്ഷെ ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചതായിരിക്കാം. വളരെ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്. ചെറിയ തോതിൽ ആരംഭിച്ച് നമ്മൾ തന്നെത്താൻ പറഞ്ഞ് അപ്പോഴൊക്കെ തളിയിൽ നിന്നൊക്കെയാണ് പാരായണം ചെയ്യാനൊക്കെ ആൾക്കാർ വരാറ്. അങ്ങനെ ആരംഭിച്ച് ക്രമേണ ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം തന്നെ ഉയർത്തി നമ്മെ ഈ വിധത്തിൽ ശ്രീമദ് മഹാഭാഗവതം നടത്താൻ വേണ്ടി എത്തിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ എല്ലാ താപത്രയങ്ങളും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ദൈവികമായിട്ടും വരുന്ന എല്ലാ താപങ്ങളും ഇല്ലാതാക്കുന്ന സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവി, വിശ്വത്തിനൊക്കെ ഉൽപ്പത്തി കാരണമായിട്ടുള്ള താപത്രയ വിനാശനായ ശ്രീകൃഷ്ണനെ ഉള്ളിൽ നമിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ദേവി മഹേശ്വരി പാർവതി ചങ്കരി ചരണം നന്ദമുകുന്ദ നന്ദിത
ശരണം മേ തവ ചരണയുഗം കടലായി കൃഷ്ണ കമനീയ രൂപ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ ഭാഗവത പ്രാർത്ഥന എല്ലാവർക്കും നടത്തി ഭഗവാന് പുഷ്പങ്ങൾ അർപ്പിക്കാവുന്നതാണ്. രാവിലെ പ്രാർത്ഥന അവരവർക്കുള്ള എല്ലാ വിഷമങ്ങളും മാറ്റി പരമാനന്ദം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ചുരുക്കി പാരായണം ചെയ്തിട്ട് ഭാഗവത മഹാത്മ്യത്തിലേക്ക് കടക്കാം. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസ്യ മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഭരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മഹജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യതഃ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിൽ പ്രത്യേകം എടുത്തു പറയുകയാണ്, കലിയുഗത്തിലെ ജനങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ കലിയുഗത്തിൽ വെറും നാമസങ്കീർത്തനം കൊണ്ട് മോക്ഷം ലഭിക്കും. മറ്റുള്ള യുഗത്തിലൊക്കെ അവർക്ക് തപസ്, യോഗം, ധ്യാനം മറ്റു പലതും ചെയ്താൽ മാത്രമേ ഭഗവത് സായുജ്യം ലഭിക്കുകയുള്ളായിരുന്നു. പക്ഷേ കലിയുഗത്തിൽ ഭഗവാനെ നാമസങ്കീർത്തനം ചെയ്യുന്നത് കൊണ്ട് മാത്രം തന്നെ ഭഗവാനിലേക്ക് ഉയരാനും ആ ഭാഗവതത്തിൽ നമുക്ക് ലയിക്കുവാനും സാധിക്കും. ഏതൊന്ന് ചെയ്താലാണോ മരണത്തെ അതിജീവിക്കുവാൻ പറ്റുക? പരീക്ഷിച്ച് 7 ദിവസം കൊണ്ട് മരണം വരും എന്നറിഞ്ഞപ്പോൾ മരണം തന്നെ എടുക്കുന്നതിന് മുന്നേ അദ്ദേഹം മരണത്തെ ജയിച്ചു. അപ്രകാരം മരണത്തെ ജയിക്കുവാൻ ഏതൊന്നറിഞ്ഞാലാണോ എന്നും അറിയാൻ വേറെ ഒന്നും അറിയാൻ ആവശ്യമില്ലാത്തത്, ഏതൊന്നിലൂടെയാണോ നമുക്ക് പരമമായ മുക്തി ലഭിക്കുക. അപ്രകാരമുള്ള ആ ഭാഗവതം നമുക്കെല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എല്ലാ സ്ഥലത്തും അത് വളരെ ഉറപ്പിച്ച് പറയുകയാണ്. ഭാഗവതം നമ്മെ ആ ഭഗവാനിലേക്ക് ഉയർത്തും. ഏതൊന്ന് പാരായണം ചെയ്താലാണോ ഭഗവത് സായുജ്യം ലഭിക്കുക, അത് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ഗുരുവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദസ്യ ദൂർണയാദിതരതച്ചാക്ലേശവിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദായ ആദികമയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തബോധം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോചിതകൈതമുത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേ പ്രകൃതി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപ്പതരോദ്ഘളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ
പുത്രേതി തന്മയതയാ തരവോഭിനീതു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലസ്തു വിശാരമേഘം അധ്യാത്മദീപമതിഥിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസുസൂനോഭയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്നന്തി ദിവ്യൈസ്തവേ വേദേ സാംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതാം പുരതോ മമ ഭൂതൈർമഹദ്വിജയിമാ പുരോ വിഭുർ നിർമായശേദേ ഇദമൂഷപൂരുഷ ഭുക്തി ഗുണാൻ ഷോഡശ ഷോഡശാത്മകാൻ സോലം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭാഗവത മഹാത്മ്യത്തിൽ ഭാഗവത ശ്ലോകത്തിൽ തന്നെ ഭാഗവതം ആരംഭിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അതിവിശദമായിട്ട് പറയുന്നുണ്ട്. ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി നിർമത്സരമായിട്ട് നമ്മൾ ഭാഗവതം ആരോടും മത്സര്യമില്ലാതെ അസൂയയില്ലാതെ അഹങ്കാരമില്ലാതെ ഭാഗവതത്തിലേക്ക് ഭഗവാനിലേക്ക് അസൂയയും അഹങ്കാരവും നമ്മെ ഭഗവാനിൽ നിന്നും അകറ്റും. അതുകൊണ്ട് തന്നെ അസൂയയും അഹങ്കാരവും അശേഷമില്ലാതെ ആ ശ്രീമദ് മഹാഭാഗവതത്തിലേക്ക് നമ്മൾ പോകണം. എന്നാലേ നമുക്ക് അത് കേട്ടാൽ മതി. ശുശ്രൂഷിബി ദക്ഷനാഥ് എന്നാണ് പറയുന്നത്. കേട്ടാൽ മാത്രം തന്നെ ശ്രീമദ് മഹാഭാഗവതത്തിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കും. പാരായണം ചെയ്യുന്നതിനേക്കാൾ ഭാഗവതം കേൾക്കുന്നത് കൊണ്ടാണ് അത്രേ മുക്തി ലഭിക്കുക. ഒരു നിമിഷം അത് കേട്ടാൽ ശ്രീമദ് മഹാഭാഗവതം ഉൾക്കൊണ്ടാൽ, കേൾക്കുക എന്ന് പറയുന്നത് തമിഴ് ചെവിയിലേക്കൂടി കേൾക്കുന്നതാണ്. ആ ചെവിയിലേക്കൂടി അത് കേട്ടാൽ തന്നെ നമുക്ക് മുക്തി ലഭിക്കും. പാരായണം ചെയ്യുന്നവർക്ക് അത് ഞാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നുണ്ട് എന്നുള്ള അഹങ്കാരം ഉണ്ടാകും അത്രേ. എല്ലാ ഇന്ദ്രിയങ്ങളിലും വെച്ച് ചെവിയാണ് അത്രേ ഏറ്റവും നമ്മളെ ഉദ്ധരിക്കുവാൻ താല്പര്യം. വെറുതെ ഇരുന്ന് കേട്ടാൽ മതി അത്രേ. കേൾക്കുന്നത് തന്നെ 3-4 വിധത്തിലുണ്ട് എന്നാണ് പറയുക. ചിലർ കേൾക്കാൻ വരുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. അവിടെ ഇരുന്ന് തന്നെത്താൻ ഭാഗവതം ആരംഭിക്കുമ്പോൾ തന്നെ ഭാഗവതത്തിൻ്റെ കഥ കേൾക്കാൻ ആരംഭിക്കുമ്പോൾ അവിടെ അവർക്ക് ഉറക്കം വരികയും ഉറങ്ങിപ്പോവുകയും ചെയ്യും. ചിലരാണെങ്കിൽ കേട്ടത് ഇപ്പോഴത്തെ വാങ്ങി അപ്പോഴത്തെ അങ്ങോട്ട് വിടും. ചിലർ കേൾക്കുമ്പോൾ അതിൽ ആ പറയുന്ന ആൾ എന്തെങ്കിലും ഒരു കുറ്റം പറയുന്നുണ്ടോ, എന്തെങ്കിലും വ്യാകരണ ദോഷമുണ്ടോ, അല്ലെങ്കിൽ ശ്ലോകത്തിൽ അവർ എന്തെങ്കിലും തെറ്റിക്കുന്നുണ്ടോ, ഇങ്ങനെ വിമർശനമായിട്ട് അവരിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ നിൽക്കും. ചിലർ താൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് മറ്റുള്ളവർക്ക് അത് എടുത്ത് പറയുവാൻ വേണ്ടി കേൾക്കും. എന്നാൽ ചിലരാകട്ടെ തൻ്റെ ഹൃദയത്തിലേക്ക് അത് ഉൾക്കൊണ്ട് അത് എത്ര ജ്ഞാനം കുറഞ്ഞവർ പറഞ്ഞാലും ജ്ഞാനികളായിട്ടുള്ളവർ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അത് ഭാഗവതമാണ്, ഭഗവാനെക്കുറിച്ചുള്ളതാണ്, നമുക്ക് കേൾക്കണം എന്ന് കരുതി കേട്ടുകൊണ്ടിരിക്കും. എത്ര ഭാഗവതം കേട്ടാലും മതിവരാത്തവരാണ് നമ്മളെല്ലാവരും തന്നെ. എവിടെ ഭാഗവതം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ചെങ്കിലും സമയം കിട്ടിയാൽ അത് പോയി കേൾക്കണം. എന്നാൽ എങ്ങനെ കേട്ടാലും ഭാഗവതം കേട്ടാൽ അത് നന്മ നൽകും, അത് നമുക്ക് ഉയർച്ചയുണ്ടാകും എന്ന് പറയുകയാണ്. ശുശ്രൂഷിബി ദക്ഷിണ, കേട്ടാൽ ഉടനെ മോക്ഷം, കേട്ടാൽ ഉടനെ നമുക്ക് ജ്ഞാനമുണ്ടാകും. അതിന് ഉദാഹരണം പറയുന്നത്, നമ്മൾ ഒരു മാല കഴുത്തിൽ തന്നെ ഇട്ടുകൊണ്ട് ആചാര്യന്മാർ സാധാരണയായിട്ട് പറയുന്നതാണ്. ഇന്ന് പാമ്പിനെ കയറായി ചിന്തിക്കുന്നത്, വേറെ ഒന്ന് ഇങ്ങനെ മാല നമ്മൾ കഴുത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷേ നമ്മൾ എല്ലാ സ്ഥലത്തും അത് തേടിക്കൊണ്ടിരിക്കും. വളരെ തേടി എല്ലാ ആൾമാരും വീട് മുഴുവൻ പരതി ഒരുപാട് സ്ഥലത്ത് തേടി ഭഗവാനൊക്കെ പ്രാർത്ഥന വെച്ച് ഒടുവിൽ ആരെങ്കിലും നമ്മുടെ മുന്നിൽ നിന്നിട്ട് ഇത് നിൻ്റെ കഴുത്തിൽ തന്നെ മാലയുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഹപ്പ എന്ന് പറഞ്ഞ് ആശ്വാസമാകും. അപ്പോൾ അത്രയും സമയം നമ്മുടെ കഴുത്തിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തേടിക്കൊണ്ടിരുന്നു. പിന്നീട് അവർ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേടേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. എന്തെന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഭഗവാനെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്. ശ്രീമദ് മഹാഭാഗവതം കേട്ടാൽ ആ ഉള്ളിലുള്ള ഭഗവാനെ നമുക്ക് അറിയാൻ കഴിയും.
അപ്പോൾ പിന്നെ അയ്യോ, പിന്നെ നമ്മൾ ഇതിനല്ലേ ഇത്രയും നാൾ പുറത്തൊക്കെ തേടി കൊണ്ടിരുന്നത് എന്ന് തോന്നും. അത്രേ നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാനെ നമുക്ക് കാട്ടിത്തരുന്നതാണ് ശ്രീമദ് മഹാഭാഗവതം. എപ്രകാരം അതാ മാല കഴുത്തിലുണ്ട് എന്ന് പറയുന്ന ആ നിമിഷം നമുക്ക് പിന്നീട് ആ മാലയെ തേടേണ്ടി വരുന്നില്ലയോ, അപ്രകാരം നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാനെ കാട്ടിത്തന്ന് ഇതാ ഉള്ളിൽ തന്നെയല്ലേ ഭഗവാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ ശുശ്രൂഷുഭി തക്ഷണ, ആ നിമിഷത്തിൽ തന്നെ നമുക്ക് ബോധോദയം ഉണ്ടാകും എന്നാണ് ഭാഗവതം പറയുന്നത്. ഈ ഭാഗവത മഹാത്മ്യം 6 അധ്യായങ്ങളുണ്ട്. പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അനുസ്മരിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ആദ്യം തന്നെ വന്ദന ശ്ലോകമാണ്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം പ്രഥമോധ്യായം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേവി തന്മയതയാ കരവോഭിനേതു തം സർവബോധഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീന അഭിവാദ്യ മഹാമതി കഥാമൃതരസാസ്വാദ കുശല ശൗനകോ ബ്രവീത്. ശൗനകോ വാച അജ്ഞാനധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ സൂധാഖ്യാദി കഥാസാരം മമ കർണരസായനം. കർണത്തിന് രസായനമായിട്ടുള്ളത് അത്രയ്ക്കും മഹത്വമേറിയതാണ് ഭാഗവതം എന്നാണ് പറയുന്നത്. ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ശ്രേയസാം യദ്ഭവശ്രേയ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാധുന. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവാം. എല്ലാറ്റിലും വെച്ച് ശ്രേയസ്സായിട്ടുള്ളത്, എല്ലാറ്റിലും വെച്ച് പാവനമായിട്ടുള്ളത് കൃഷ്ണനെ പ്രാപ്തി ചെയ്യുവാൻ വേണ്ടി ശാശ്വതമായിട്ടുള്ളത് ശ്രീമദ് മഹാഭാഗവതം മാത്രമാണ് എന്നാണ് പറയുന്നത്. ചിന്താമണി ലോകസുഖം സുരദൃസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ഓം തത്സത്. സൂതാവാച പ്രീതി ശൗനകചിത്തേതേ യദോ വസ്മി വിചാര്യജ സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. ഭക്ത്യോഗവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം ദേവി ദാസ്യാമി സാവധാനതയാ ശൃണു. കാലവ്യാളമുഖഗ്രാസ ത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. ഈ കാലമാകുന്ന കരാള സർപ്പം നമ്മെ വിഴുങ്ങുന്നതിന് മുൻപായിട്ട് ശ്രീമദ് മഹാഭാഗവതത്തെ ആശ്രയിച്ചാൽ നമുക്ക് ആ മരണത്തെ അതിജീവിക്കാം. ശാരീരികമായിട്ടുള്ള മരണമല്ല പറയുന്നത്, ആത്മീയമായിട്ടുള്ള ഉയർച്ചയാണ് ഭാഗവതം എടുത്തു കാട്ടുന്നത്. ഏതസ്മാദ പരം കിഞ്ചിൻ മനഃശുദ്ധീന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തരത്തിലുള്ള പുണ്യം കൊണ്ടാണ് ഭാഗവതം ലഭിക്കുകയുള്ളൂ. ജന്മാന്തര പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭാഗവതം നമുക്ക് എടുക്കാൻ തോന്നുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഭാഗവത മഹാത്മ്യം. പരീക്ഷിതേ കഥം വക്തും സഭായാം സംസ്ഥിതേഷുകേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ. നേരത്തെ പറഞ്ഞ ദേവന്മാർ സുധാകുംഭം അമൃതകുംഭവും കൊണ്ട് അവിടെ ആഗതരായി ശുഗബ്രഹ്മർഷിയോട് ഞങ്ങൾ ഇതാ ഈ സുധ തരാം, ഈ ദേവലോകത്തെ അമൃതം തരാം, പാലാഴി കഴിഞ്ഞെടുത്തിട്ടുള്ള ഈ അമൃതം ഇത് പരീക്ഷത്തിനെ മരണത്തിൽ നിന്നും രക്ഷിക്കും, ഇത് തരാം, ഞങ്ങൾക്ക് ആ ഭാഗവതാമൃതം തരൂ എന്ന് പറയുന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. ശുഖം നത്വാവദൻ സർവേ സ്വകാര്യ കുശലാസുര കഥാസുതാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രഭീയതാം പ്രഭാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം
കൊത്തുത കൊക്കഥാലോകി കൊക്കാചക്കുമണിർമഹാൻ ബ്രഹ്മരാധോ വിചാരീവം തഥാ ദേവാൻ ജഹാസഹ. കൊക്കസുധ, ഈ അമൃതം എവിടെയിരിക്കുന്നു? കൊക്കഥ, ഈ ഭഗവാന്റെ കഥ എവിടെയിരിക്കുന്നു? കാജം, അതായത് കൊക്കാജ, ഈ ഇതാണ് ഇരുമ്പ്. കാജം എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. ഇരുമ്പ് എവിടെ കിടക്കുന്നു? ഈ സ്വർണത്തിന്റെ മണി എവിടെ കിടക്കുന്നു? അതായത് ദേവലോകത്തുള്ള അമൃത് ഇരുമ്പിനും തുല്യമാണ്. അതേസമയം ശ്രീമദ് മഹാഭാഗവതം ആ മഹാരത്നത്തിന്, സ്വർണത്തിനും രത്നത്തിനും തുല്യമാണ്. അതുകൊണ്ട് തന്നെ അത് ശുഖബ്രഹ്മർഷി ദേവന്മാർക്ക് കൊടുത്തില്ല. എന്നാൽ ദേവന്മാർ എപ്പോഴും ഭക്തിയുള്ളവർക്ക്, അവർ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇന്ദ്രിയ സുഖത്തിലാണ് തൽപരന്മാർ എന്ന് അറിഞ്ഞതുകൊണ്ട് മണിർമഹാൻ ബ്രഹ്മരാധോ വിചാരീവം തഥാ ദേവാൻ ജഹാസഹ. അഭക്താംസ്താസ്തവിജ്ഞായ കഥാമൃതം. അഭക്തന്മാർക്ക് ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞു കൊടുക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമഭിദുർലഭ. രാജ്ഞോ മോക്ഷം തഥാവീച്ച പുരാദാതാഭിവിസ്മിത. സത്യലോകീ കുലാം ബദ്ധ്വാ തോലയസ്താദനാജ്ഞച. ലഘൂന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത്. തഥാർഷിനാ സർവേ വിസ്മയം പരമം യയു. ആ ഭാഗവതത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഋഷിമാരൊക്കെ വിസ്മയപ്പെട്ടു അത്രേ. മീനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭഗവാഗവതം കലോ പഠനാശ്രവണാൽ സദ്യോ വൈകുണ്ഠ ഫലദായകം. സ്വർഗത്തിലേക്കല്ല, നേരെ വൈകുണ്ഠത്തിലേക്ക്, അതായത് നമ്മുടെ ആത്മസ്വരൂപിയായിട്ടുള്ള ആത്മസ്വരൂപത്തിലേക്ക് തന്നെ മരണം ശരീരത്തെ കീഴടക്കുന്നതിന് മുന്നേ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ശ്രീമദ് മഹാഭാഗവതം മരണത്തെ വെല്ലുന്നത്. മരണത്തെ അതിനെ അതിജീവിക്കാൻ സാധിക്കും. ഭാഗവതം വായിച്ചാൽ മരണത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള മരണമല്ല, ആത്മീയമായിട്ട് നമ്മൾ ആ ഭഗവാനിൽ എത്തിച്ചേരും. പിന്നീട് നമുക്ക് ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും നമ്മുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് രോഗങ്ങൾ വരും, മറ്റുള്ള ലൗകികമായിട്ടുള്ള കഷ്ടങ്ങൾ പലതും നമുക്കുണ്ടാകും. പക്ഷെ എന്ത് കഷ്ടം വന്നാലും അത് സഹിക്കാനുള്ള ശക്തി നമുക്ക് അതോടൊപ്പം ഉണ്ടാകും. ആത്മീയമായിട്ട് നമുക്ക് ആ ഭഗവാനിലേക്ക് ഉയരാൻ സാധിക്കും എന്ന് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യത്തിൽ ഉറച്ചു പറയുകയാണ്. നമുക്ക് തന്നെ അനുഭവത്തിൽ പലതും കാണാം. നമ്മുടെ മഹർഷിമാരൊക്കെ എന്തൊക്കെ ദേഹം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കഷ്ടവും ഒക്കെ അവർക്ക് അവരുടെ പ്രാരബ്ധകർമ്മം കൊണ്ട് ഉണ്ടായാലും അതിലൊന്നും അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ശരീരത്തെ കീറി മുറിച്ചാൽ പോലും അവർക്ക് അതിൽ ഒരു ബാധകവും ഉണ്ടാവുകയില്ല. അവർ എപ്പോഴും ആ ഭഗവാനോട് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മസ്വരൂപിയായിട്ടുള്ള ആത്മാവിനെ അറിയുകയാണ് നമ്മുടെ ഏറ്റവും മഹത്തായ ലക്ഷ്യം എന്ന് പറഞ്ഞു തരികയാണ് ശ്രീമദ് മഹാഭാഗവതത്തിൽ മഹാത്മ്യത്തിലൂടെ. ഓരോ വരിയും ഓരോ ദിവസം മുഴുവൻ വലിയ വലിയ ആചാര്യന്മാർക്കൊക്കെ ഒരു വാക്ക്, ശ്രീമദ് മഹാഭാഗവതത്തിലെ ഒരു വാക്ക് തന്നെ ഒരു മണിക്കൂറിലധികം, ഒരു മണിക്കൂറല്ല ദിവസങ്ങളോളം വ്യാഖ്യാനം ചെയ്യാനുണ്ടാകും. അത്രയ്ക്കും മഹത്തരമായ ശ്ലോകങ്ങളാണ്. സാധാരണക്കാരായി നമ്മൾക്ക് വെറുതെ പറഞ്ഞു പോകാനേ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഓരോ ശ്ലോകത്തിനും അനേകായിരം അർത്ഥങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആ ജന്മാദസ്യ എന്നുള്ള ശ്ലോകത്തിന് എത്രയോ ഋഷിമാരും വലിയ വലിയ മഹാത്മാക്കളും അത്രയധികം അതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രയ്ക്കും മഹത്വമേറിയ ശ്ലോകങ്ങളാണ് ഭാഗവതത്തിൽ വ്യാസമഹർഷി നമുക്ക് നൽകിയിട്ടുള്ളത്. ശൗനകാവാച, ശൗനകൻ മഹർഷിമാർക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുന്ന മാതിരിയാണ് ശ്രീമദ് മഹാഭാഗവതം രചന. സംവാദത്തിൻ്റെ ഉള്ളിൽ സംവാദം, അതിൻ്റെ ഉള്ളിൽ സംവാദം. അങ്ങനെ നമുക്ക് 7ാമത്തെ സ്കന്ധത്തിലൊക്കെ കാണാം 3ഉം 4ഉം സംവാദങ്ങൾക്കുള്ളിൽ സംവാദം അതിന് പറഞ്ഞ് അങ്ങനെ സംവാദമായിട്ടാണ് വരുന്നത്. അത് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ഒരു ആളോട് സംശയം തീർത്തു കൊടുക്കുക, ആ സംശയത്തിൽ വേറെ ആൾക്കാർ പറയുന്ന കഥ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത്. ശൗനകന്മാർ പറയുകയാണ്, ലോകവിദ്യോ ശൗനകൗവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യാസ്തിരസ്യ വിധിഷ്ഠേവ കുതപ്രീതി സംയോഗ കുത്രതേ സഹ. എങ്ങനെയാണ് ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് നാരദർ ഇത് പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. സൂതാവാച അത്തതേ കീർത്തയിഷ്യാമി
ഭക്തിയുക്തം കഥാനകം ശുഗീന മമ യത്പ്രോക്തം രഹസ്യം വിചാര്യജ ഏകഥാതിവിശാലായ ചത്വാരഋഷയോ മല സൽസംകാർത്തം സമായാത ഋതുശുസ്തത്ര നാരദം. ബദ്രിനാഥിൽ ഈ നമ്മുടെ സനകാദിമുനിമാരൊക്കെ ഒത്തുചേർന്ന് അവിടെ നിന്നും അവർ സംസാരിക്കുമ്പോൾ ദുഃഖിതനായിട്ടുള്ള നാരദനെ കാണുകയും കുമാരന്മാർ ഇവർ എപ്പോഴും 5 വയസ്സുള്ളവരാണ്. ഭഗവാന്റെ ഏത് സ്ഥലത്തും എപ്പോഴും കടന്നു ചെല്ലുവാൻ സാധിക്കുന്നവരാണ്. ഭഗവത് ഭക്തിയുടെ മൂർത്തിഭാവമാണ് ഈ സനകാദിമുനിമാർ. 4 പേർ സഹോദരന്മാർ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്. അവർ ബദരിനാഥിൽ വെച്ച് സങ്കടത്തോടുള്ള നാരദനെ കണ്ടപ്പോൾ എപ്പോഴും സന്തോഷത്തോടുകൂടി ഭഗവത് നാമം ഉച്ചരിക്കുന്ന നാരദർ വിഷമത്തോടുകൂടിയുള്ള മുഖത്തോടെ കണ്ടപ്പോൾ കുമാരന്മാർ ചോദിക്കുകയാണ്. അവർ 4 പേരുള്ളത് കൊണ്ടാണ് കുമാര. കലീനാധർമ്മമിത്രേണ ധരേയം ബാധിതാതുന സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യതേ ഉദരം വരിണോ ജീവ പരാഗാകൂടഭാഷിണ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഖ്യഭദ്രുത പാഗണ്ഡനിരദാസന്തോ വിരക്താസപരിഗ്രഹ. തരുണീ പ്രവൃതാഗേരിയ സ്ത്രീകളാണ് വീട് ഭരിക്കുക. ശാലകോ ബുദ്ധിദായക കന്യാവിക്രയണോ ലോഭ കന്യകമാരെ ദമ്പതിമാർ വിൽക്കും. സമ്പത്തിനായിക്കൊണ്ട് വിൽക്കും. ദമ്പതിമാർ കലഹിക്കും. ദമ്പതീനാം ജകൽക്കനം തരുണീ പ്രബുദ്ധോ ഗേഹേ ശാലകോ ബുദ്ധിദായക കന്യാവിക്രയണോ ലോഭ ദമ്പതീനാം ജകൽക്കനം. ആശ്രമായവ നേരുദ്ധ തീർത്ഥാനി സരിതസ്തദ ദേവതായാനതാന്യത്ര ദുഷ്ടേ നഷ്ടാനി പുരിശ. തീർത്ഥങ്ങളിലൊക്കെ ദുഷ്ടന്മാർ വസിക്കുന്നതുകൊണ്ട് തീർത്ഥങ്ങളൊക്കെ അശുദ്ധമാകും. നയോഗീ നൈവ സിദ്ധോ വാ നജ്ഞാനി സത്ക്രിയോ നര കലീധാവനലാനാദ്യ സാധനം ഭസ്മധാം ഗതം. അട്ടശൂലാ ജനപദ ശിവശൂലാദിജാതയ കാമിന്യകേശശൂലിന്യ സംഭവന്തി കലാവിക. ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന അവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീലാഹരേരഭൂത്. അങ്ങനെ ഞാൻ ഭൂമിയിൽ പര്യടനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ട ആശ്ചര്യത്തെക്കുറിച്ച് പറയുകയാണ്. തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വര ഏകാതു തരുണീ തത്ര നിഷണ്ണാഗിന്ന മാനസ വൃദ്ധോദോപതിതോപാശ്യേ നിശ്ചന്ദാവച്ഛേദനോ ശുശ്രൂഷന്തി പ്രബോധന്തി രുദന്തീത തയോ തയോ പുരാ. ദശദിച്ചു നിരീക്ഷന്തി രക്ഷിതാരം നിജം ബഭു വീജ്യമാനാ ശതസ്ത്രീഭിർഭോഗ്യമാനാ മുഹുർമുഹുർ ദൃഷ്ട്വാ ദൂരാത് ഗതസ്സോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ജ്യോതിധാ ബാല വിഹ്വലാ ചാബ്രവീത്വച. അപ്പോൾ ഞാനൊരു ആശ്ചര്യമായ കാര്യം കണ്ടു. ഒരു സുന്ദരിയായിട്ടുള്ള തരുണി വളരെ സങ്കടത്തോടുകൂടി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ചുറ്റും നിന്ന് വളരെ സുന്ദരിമാർ വീശിക്കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുന്നു. 2 ഭാഗത്തും 2 വൃദ്ധന്മാർ തളർന്നു കിടക്കുന്നു. എന്നെ ദൂരത്തിൽ കണ്ടപ്പോൾ അവൾ എന്നെ വിളിച്ചു കരഞ്ഞു. ബാലോവാച. ഈ ബാലോ എന്ന് പറയുന്നത് ഭക്തിദേവിയാണ്. ഭോ ഭോ സാഭൂഷണം തിഷ്ട മച്ചിന്താമ വിനാശയ ദർശനം തവ ലോകസ്യ സർവധാകഹരംബരം ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തഥാ. ദൂരെ മഹർഷിയെ കണ്ടപ്പോൾ നാരദ മഹർഷിയാണെന്ന് മനസ്സിലായ ഭക്തിദേവി നാരദനെ വിളിച്ച് പറയുകയാണ്, അവിടുന്ന് കാണുന്നത് തന്നെ പുണ്യമാണ്, എൻ്റെ ദുഃഖം മാറ്റിത്തരൂ എന്ന് പറയുകയാണ്. നാരദോവാച കാസിത്വം കാവിമോചേമാനാര്യാപത്മലോചന വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. എന്തുപറ്റി? അവിടുന്ന് ആരാണ്? അവിടുന്ന് എന്തുപറ്റി ദേവി? നിന്റെ ദുഃഖത്തിന്റെ കാരണം പറഞ്ഞു തരൂ. ബാലോവാച അഹം ഭക്തിരിധിഖ്യാത ഇമോ മേതനയോ മതോ ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ. ഞാൻ ഭക്തിദേവിയാണ്. ഇതെൻ്റെ മക്കളായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവുമാണ്. ഇവർ വയസ്സന്മാരായി ഈ കലികാലത്തിൻ്റെ ഇതുകൊണ്ടായി എന്താണെന്നറിയില്ല, കാലത്തിൻ്റെ ഇതുകൊണ്ട് അവർ വൃദ്ധരായിട്ട് ജലബാധിച്ചിരിക്കുന്നു. ഗംഗാദ്യാസരിതശ്ചേമാ മത്സ്യേവാർത്തം സമാഗത തഥാപിനേ ശ്രേയ സൈവികായ സുരൈരവി. ഗംഗ തുടങ്ങിയിട്ടുള്ള തീർത്ഥദേവികളാണ് എൻ്റെ ചുറ്റും നിന്ന്
എന്നെ പരിചരിക്കുന്നത്. ഇതാനീം ശൃണുമദ്വാർത്ത സജിത്വസ്ത്വം തപോധന വാർത്താമേ വിദദാപ്യസ്തിം ത്വാം ശ്രുത്വാ സുഗമാവഹ ഉൽപ്പന്നാ ദ്രവിഡേ സാഹം വൃദ്ധിം കർണാടകീ ഗതാ ക്വചിത് ക്വചിത് മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാ. ഞാൻ ദ്രാവിഡ രാജ്യത്തിൽ ഉണ്ടായി കർണാടകയിലേക്ക് കൂടി സഞ്ചരിച്ച് മഹാരാഷ്ട്രയിൽ കൂടെ പോയി ഗുർജര, എനിക്ക് തോന്നുന്നു ഗുജറാത്ത് ആയിരിക്കുമെന്ന്, അവിടെ എത്തിയപ്പോൾ ഞാൻ നശിക്കാൻ തുടങ്ങി. വളരെയേറെ ഞങ്ങൾ ക്ഷീണിച്ചു. തത്ര ഘോര കലേര്യോഗാ പാഗണ്ഡേ ഖണ്ഡിതാംഗഃ ദുർബലാഹം ചിരം വ്യാധ പുത്രാഭ്യാം സഹമന്തദാ വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതി സമ്യക് പൃഷ്ടരൂപാതു സാമ്പ്രതം. വൃന്ദാവനം എത്തിയപ്പോഴേക്കും ഞാൻ വളരെയേറെ എനിക്ക് ഒരു പുതുശക്തി വന്നു. എന്നാൽ എൻ്റെ മക്കളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങൾ ഇപ്രകാരം ഇവിടെ വയസ്സന്മാരായിട്ട് തന്നെ അവർക്ക് ഒരു ഉന്നമനവും കാണുന്നില്ല. എന്നാൽ വൃന്ദാവനത്തിൽ നമുക്ക് കാണാം, ഇപ്പോൾ പോയാലും കാണാവുന്നതാണ്. അവിടെ ജ്ഞാനമുണ്ടോ വൈരാഗ്യമുണ്ടോ? വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്ന വൈരാഗ്യമല്ല, ലൗകികത്തിനോടുള്ള ഇഷ്ടക്കേടിനെയാണ്, ലൗകികത്തിലുള്ള ആസക്തി ഇല്ലായ്മയാണ് ഈ വൈരാഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൗകിക ജീവിതത്തിലുള്ള സമ്പത്ത്, മറ്റുള്ള ഗൃഹങ്ങൾ, വസ്ത്രം, മറ്റുള്ളതിനോടുള്ള ആസക്തി, ആഭരണങ്ങൾ, ഇതിനോടുള്ള ആസക്തി ഇല്ലാത്തതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. എന്ത് ഭഗവാൻ നൽകുന്നുവോ അതിൽ തൃപ്തിക്കാണ് വൈരാഗ്യം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അവിടെ വൈരാഗ്യവും ജ്ഞാനത്തിനും ഒരു ഉന്നമനവും ഉണ്ടായില്ല. ഇപ്പോൾ പോയാലും നമുക്ക് കാണാം, ശുചിത്വവും ഇതും ഒന്നും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അവിടെ ഭക്തിയുടെ പരമകാഷ്ഠയാണ് വൃന്ദാവനം. ഭക്തി ദേവി, ആ ദേവിയുടെ രാധ എന്നുള്ള വാക്കല്ലാതെ ഇവിടെ മറ്റൊന്നും പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയില്ല. അങ്ങോട്ട് പോകൂ ഇങ്ങോട്ട് പോകൂ എന്ന് പറയുന്നതിനും എല്ലാത്തിനും ആ രാധേ രാധേ രാധേശ്യാം രാധേശ്യാം എന്നുള്ള വാക്ക് മാത്രമേ അവിടുത്തെ ഗ്രാമക്കാരെല്ലാവരും, ആ നാട്ടുകാരെല്ലാം ഉച്ചരിക്കുന്നത് രാധ 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 കൃഷ്ണ രാധ എന്നുള്ള വാക്കേ ഉണ്ടാവുകയുള്ളൂ. അത് ഏതോ കാലത്ത് 5000 കൊല്ലം മുന്നേ എഴുതി വെച്ചിട്ടുള്ള ശ്രീമദ് മഹാഭാഗവതത്തിൽ പത്മപുരാണത്തിൽ എഴുതിയിട്ടുണ്ട്. വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതി സമ്യക് പ്രേഷ്ടരൂപാതു സാമ്പ്രതം ഇമൗ ദൂഷൈതാമത്ര സുതോ മേ ക്ലിശ്യതശ്രമാ ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജഡത്വം സമായാദോ തേന ദുഃഖേന ദുഃഖിത സാഹം തു തരുണി കസ്മാ സുതോ വൃദ്ധാ വിമോകുത. അമ്മ സുന്ദരിയായിട്ടുള്ള തരുണി, മക്കൾ വൃദ്ധന്മാർ, ഇത് എങ്ങനെയാണ് സഹിക്കുക മഹർഷി എന്ന് ചോദിക്കുകയാണ്. ത്രയാണാം സഹചരിത്വാ വൈപരീദ്യം കുതസ്ഥിതം ഗഡദേശരഢാമാതാ തരുണോതനയാ വിധി അധശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദയോഗനിധി ധീമൻ കാരണം ചാത്ര കിം ഭവേ. എന്താണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു തന്നാലും യോഗനിധിയായിട്ടുള്ള നാരദ മഹർഷി എന്ന് പറയുകയാണ്. ഹരിശ്യം തീ കരിഷ്യതി, ഇതെല്ലാം ഹരിയുടെ വികൃതി തന്നെയാണ്. കലികാലത്തിൻ്റെ ഇതാണ്, കലികാലത്തിൻ്റെ വിചിത്രമാണ് എന്ന് പറയുകയാണ്. സൂതോവാച, ധ്യാനനിരതനായിട്ട് മനസ്സിൽ ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ടാണ് നാരദർ മറുപടി പറയുന്നത്. അതാണ് സൂതൻ പറയുന്നത്. ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമൂജേ മനീശ്വര. നാരദ ഉവാച ശൃണുഷ്വാവഹിതാപാലേ യുഗോയം ദാരുണകലി തേന ലുപ്ത സദാചാരോ യോഗമാർഗത്തവാംസി ച ജനാദ്യ സുരായന്തേ ശാര്യ ദുഷ്കർമ്മകാരിണ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവ ദത്തേ ധൈര്യം തു യോധീമാൻ സധീര പണ്ഡിതോധവ അഭൃശ്യനാലോക്യേയം ശേഷഭാരകൃതീതയാ വർഷേ വർഷേ ക്രമാജാത മംഗളം നാഭിദൃശ്യതേ നത്വാമപി സുദേശാകം കോപി പശ്യതി സാമ്രതം ഉപേക്ഷിതാനുരാഗാന്ത്രേ ജജ്ജരത്വേന സംസ്ഥിത വൃന്ദാവനസ്യ സംയോഗാ പുനസ്ത്വം തരുണീനവ ധന്യം വൃന്ദാവനം തേന ഭക്തിർനൃത്യതി യത്ര സാ. വൃന്ദാവനത്തിൻ്റെ ഭക്തി ഉള്ള ജനങ്ങളായതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ തരുണി രൂപം ലഭിച്ചത് എന്ന് പറയുന്നു. അത്രേമോ ഗ്രാഹകാഭാവന്ന അജരാമവിമുഞ്ചത കിഞ്ചിദാത്മസുഖേനേക പ്രസുപ്തിർമന്യതേ മയാ. ഭക്തിരുവാച കഥം പരീക്ഷിതാരാജ്ഞ സ്ഥാപിതോ ഹ്യശുചിക്കലി
പ്രവൃത്തിയേതു കലോ സർവസാരപുത്രം ഗതോ മഹാൻ കരുണാപരേണ ഹരിണാ ധർമ്മക്കഥമീച്യതേ ഇമം മീ സംശയം ചിന്തി തദ്വാചാസ്മികം. പരീക്ഷിത മഹർഷി എന്തുകൊണ്ടാണ് കലിയെ കൊല്ലാതെ വിട്ടത്? അതുകൊണ്ടല്ലേ ഇപ്രകാരമായത്? എന്തുകൊണ്ടാണ് ആ എല്ലാവർക്കും ദുഷ്ടനായിട്ടുള്ള കലിയെ പരീക്ഷിത് മഹാരാജാവ്, പിന്നീട് നമുക്ക് കാണാം നാളെ പാരായണം ചെയ്യുമ്പോൾ, പരീക്ഷിത് മഹാരാജാവ് ഗോരൂപത്തിൽ വന്നിട്ടുള്ള ഭൂമിദേവിയെയും അവിടെ വന്ന കലിയെയും കാണുകയും ആ കലിയെ കൊല്ലാൻ നോക്കുമ്പോൾ കലി പരീക്ഷിത് രാജാവിനെ ശരണം പ്രാപിക്കുകയാണ്. മഹാത്മാക്കളായിട്ടുള്ളവരൊക്കെ എപ്പോഴും തങ്ങളെ ശരണം പ്രാപിക്കുന്നവരെ ഒരിക്കലും വധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. അവർ എത്ര കുരന്മാരായാലും ശരി, ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അവരെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഭാഗവതത്തിലായാലും ശരി, രാമായണത്തിലും നമുക്ക് കാണാവുന്നതാണ്. വിഭീഷണൻ ലങ്കയിൽ നിന്ന് വന്നപ്പോൾ ദുഷ്ടനായ രാവണന്റെ അനുജനാണ്. എന്നാലും രാമൻ പറയുകയാണ്, ഞാൻ അവനെ സ്വീകരിക്കും, എന്നെ ശരണം പ്രാപിച്ച് വന്നതാണ്. ഇനി അവൻ എന്നെ നശിപ്പിക്കാൻ വന്നതായാലും ദുഷ്ട ഉദ്ദേശത്തോടു കൂടിയായാലും എന്തായാലും തന്നെ ശരണം പ്രാപിക്കുന്നവനെ അത് രാവണനായാലും വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാം. അതിന് രാവണനായാൽ പോലും ഞാൻ അവനെ സ്വീകരിക്കും, എൻ്റെ ശരണാഗതി അടയുന്നവരെ ഞാൻ സ്വീകരിക്കും എന്ന് പറയുകയാണ്. അപ്രകാരം കലി തന്നെ വധിക്കാൻ പരീക്ഷിത് രാജാവ് ഒരുങ്ങിയ ഉടനെ കലി പരീക്ഷിതിൻ്റെ കാലിൽ വീണ് എനിക്ക് ശരണം തരണേ, എന്നെ വധിക്കരുതേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കുകയാണ്. ഇപ്പോൾ നാരദർ പറയുകയാണ്, അതുകൊണ്ടാണ് പരീക്ഷിത് രാജാവ് കലിയെ വധിക്കാതെ വിട്ടത് എന്ന് പറയുക. അതുമാത്രമല്ല, കലികാലത്ത് കലിയെ വധിച്ചാൽ പിന്നെ നമുക്ക് കലികാലം ഉണ്ടാവുകയില്ല. കലികാലത്ത് ഏറ്റവും മഹത്വമായിട്ടുള്ള കാലമാണ്. എന്തെന്നാൽ കലിനെ കൊണ്ട് വളരെയേറെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ആ ദോഷങ്ങളൊക്കെ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെ മാറും. ഭഗവാനെ നാമസങ്കീർത്തനത്തിൽ കൂടി ഭഗവാനെ പ്രാപിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാലം കലികാലമാണ്. മറ്റുള്ള കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ ഭഗവത് പ്രാപ്തി നേടാൻ വളരെയേറെ പരിശ്രമിക്കണം. എന്നാൽ കലികാലത്ത് നമുക്ക് ഭഗവാനെ ലഭിക്കാൻ വെറും ഭഗവാന്റെ നാമസങ്കീർത്തനം മാത്രം മതി. ഹരേ രാമ എന്ന് ജപിച്ചാൽ തന്നെ കലികാലത്ത് ഭഗവത് പ്രാപ്തി ഉണ്ടാകും, ഭഗവത് മുക്തി ലഭിക്കും. അതുകൊണ്ടുകൂടിയാണ് കലിയെ വധിക്കാതെ വിട്ടത് എന്നൊക്കെ നാരദർ ആ ഭൂമിദേവിക്ക് ഭക്തിദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഭൂമിദേവിയെ വധിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിക്ക് കലിബാധ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ്? ഒന്ന്, ശരണം പ്രാപിച്ചു; രണ്ട്, കലികാലത്ത് നമുക്ക് മുക്തി നേടാൻ ഏറ്റവും ഇതായിട്ടുള്ള കാലം കലികാലമാണ്. ഭഗവാൻ മുകുന്ദൻ തൻ്റെ സ്വധാമത്തിലേക്ക് എപ്പോഴാണോ പോയത് ആ നിമിഷം മുതൽ കലി ഭൂമിയെ ഭരിക്കാൻ തുടങ്ങി. ദൃഷ്ടോ ദിഗ്ഗജയേ രാജ്ഞ ദീനവത്സരണം ഗതാ നമയാമാരണീയോയം സാരംഗ ഇവ സാരഭുക് യത്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന തത്ഫലം ലഭതേ സമ്യക് കലോ കേശേന കീർത്തനാ. കലികാലത്ത് കേശവ കീർത്തനം കൊണ്ട് മാത്രം നമുക്ക് മറ്റുള്ള യുഗത്തിലൊക്കെ അത്രയും കഷ്ടപ്പെട്ട യോഗങ്ങളും സമാധികളും മറ്റുള്ളതെല്ലാം ചെയ്തതിൻ്റെ ഫലം വെറും കേശവ കീർത്തനം കൊണ്ട് കലികാലത്ത് ലഭിക്കും. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവസാരനീരസം വിഷ്ണുരാഗ സ്ഥാപിതവാൻ കലിജാനാം സുഗായജ കുകർമാചാരണാസാര സർവദോ നിർഗതോതുന പദാർത്ഥ സംസ്ഥിതാ ഭൂമോ ബീജഹീനാസ്തുഷായത വിപ്രേ ഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജന കാരിതാകണലോഭേന കഥാ സാരസ്തധോഗത. കലികാലത്ത് കാണാവുന്ന ദുഷ്കർമ്മങ്ങളൊക്കെ പറയുകയാണ്. പല സ്ഥലത്തും കഴിഞ്ഞതിൽ പറഞ്ഞു, ബീജം ഇല്ലാത്ത ഉമ്മി മാതിരിയായിരിക്കും അത്രേ മനുഷ്യരൊക്കെ. ബീജമുണ്ടെങ്കിലേ അത് വളരുകയുള്ളൂ. എപ്രകാരം ഉമി ബീജമില്ലാത്ത ഒരു വിത്തിൻ്റെ ഉമി എപ്രകാരം ഇരിക്കും, അപ്രകാരമായിത്തീരും മനുഷ്യരെല്ലാം. ബ്രാഹ്മണന്മാർ വീടുതോറും ചെന്ന് പൈസക്കായിട്ട് സമ്പത്തിനായിക്കൊണ്ട് ഭഗവത് കഥ വിൽക്കുമത്രേ. അത്ര ഭൂരി കർമാണോ നാസ്തികാരൗരവാചന തേപി തിഷ്ടന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തദോഗത കാമക്രോധ മഹാലോഭ തൃഷ്ണ വ്യാകുലചേതസ തേപി തിഷ്ടന്തി തപസി തപസ്സാരസ്തദോഗത മനസശ്ചാജയാ ലോഭാത് ദമ്ഭാത് പാഖണ്ഡ സംശയാ
ശാസ്ത്രാനഭ്യസ്തനാശൈവ ധ്യാനയോഗ ഫലംഗതം. ശാസ്ത്രങ്ങൾ അപേക്ഷിക്കുന്നതും ധ്യാനം ചെയ്യുന്നതും എല്ലാം ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടായിരിക്കും എന്ന് പറയുകയാണ്. പണ്ഡിതാസ്തു കളത്വേണ രമന്തേ മഹിഷായവ. പണ്ഡിതന്മാർ ഭാര്യമാരോടുകൂടി പോത്തിനെ പോലെ രമിക്കുമത്രേ. മഹിഷ ഇവ, മഹിഷ എന്ന് പറഞ്ഞാൽ പോത്ത്. പോത്തിനെ പോലെ പണ്ഡിതന്മാർ ഭാര്യമാരോടുകൂടി രക്ഷിക്കും. പുത്രോത്പാദനേ ദക്ഷ അദക്ഷ മുക്തി സാധനേ. പുത്രന്മാരെ ഉൽപ്പത്തി ചെയ്യുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. നഹി വൈഷ്ണവതാ പുത്ര സമ്പ്രദായ പുരസ്സര ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ അയം ദ്വയുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം യസ്യ കായാദവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ. കയാതുവിന്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദനെ ഉദ്ധരിച്ച അല്ലയോ മഹാബാഹോ, ധ്രുവനെ ധ്രുവലോകത്തേക്ക് ഉദ്ധരിച്ച കൃപാസിന്ധു, എല്ലാവർക്കും നന്മ മാത്രം എപ്പോഴും കരുതുന്ന സകല കുശലപാത്രം, എല്ലാവർക്കും കുശലം നന്മ മാത്രം ആഗ്രഹിക്കുന്ന അല്ലയോ ബ്രഹ്മപുത്രാൻ, അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ് ഭൂമിദേവി ഭക്തിദേവി. ഭക്തിദേവിയുടെ ഈ ഒരു നാരദ പ്രാർത്ഥന വളരെ മുഖ്യമായിട്ട് ഉള്ള ഒരു പ്രാർത്ഥനയാണ്. നാരദരെ പ്രാർത്ഥിക്കുന്നത് ശ്രീമദ് മഹാഭാഗവതത്തിൽ ഈ ഒരു ഭാഗം, ഈ ഒരു ശ്ലോകം മാത്രമാണ് നാരദ കീർത്തനമായിട്ട് കാണാം. ഇത്രയും 18,000 ശ്ലോകത്തിൽ ഈ ഒരു ശ്ലോകമാണ് നാരദർക്ക് വന്ദനമായിട്ടുള്ളത്. ജയതി ജഗതിമായ നിശ്ചയായാദമസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമഭിയാതോ യത്കൃപാതോ ധ്രുവോയം സകല കുശലപാത്രം ബ്രഹ്മപുത്രം ദദാസി. ഓം തത്സത്. ഇത് പത്മപുരാണേ ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യേ ഭക്തി നാരദ സമാഗമോ നാമ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സമാധാനിപ്പിക്കുന്നതും മറ്റു ഭക്തിദേവിക്ക് ഭാഗവത സപ്താഹം നടത്തി ഭക്തിദേവിയെയും ജ്ഞാനവൈരാഗ്യത്തെയും ഉദ്ധരിക്കുന്നതുമൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. ഒരുപാട് പാരായണം ചെയ്യാനുണ്ട്. ഏകദേശം 500 ശ്ലോകങ്ങളോളം ഉണ്ട്. ഓരോ അധ്യായം 6 അധ്യായമാണെങ്കിലും 500-ലേറെ ശ്ലോകങ്ങളുണ്ട്. പാരായണം തുടരുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചു. തദസ്തിൻഡാതുര സൗദാഗതരീ വനമാഗത തപസ്തരാമിരാത്രി തദർത്തംകൃതനിശ്ചയ തവർദ്ധദശവൃത സനകാദിമുനീശ്വര കൂടിസൂട സമാഭാസ അനുവാച മുനിസത്തമ. നാരദോവാച ഇദാനീം ഭൂയി ഭാഗ്യേന ഭവദ്ഭിസംഗമോ ഭവേത് കുമാരാവൃതാൻ സിദ്ധം കൃപാം കൃത്വാ മമോപരി ഭവന്തോ യോഗിന സർവേ ബുദ്ധിമന്തോ മൃഗസുത പഞ്ചായന സംയുക്ത ഭവേഷാമവി പൂർവജ സദാ വൈകുണ്ഠതില ഹരികീർത്തന തത്പര ലീലാദര സന്മത്ത കഥാമാതൃക ജീവിന ഹരിശരണമേവം ഹി നിത്യം യശം ഹി വജ അത കാല സമാദിത്ത ജയയുഷ്മന ഭാതകേ ഈശാംബുഭംഗമാത്രന ദ്വാരകാലോ ഹരിപുര ഭൂനി വിദോ സജ്ജോ യത്പാദപുരംഗതോ അഹോ ഭാഗ്യസി യോഗിനാ ദർശനം ഭവതാമിഹ അനുഗ്രഹസ്തു കർത്തവ്യോ മയി ദീനേ ദയാപരേ അശരീരശിരോക്തം യത്നം കിം സാധനമുച്ചിത അനുഷ്ഠേയം കഥം താവനുസ്പബ്രുവന്തു സവിസ്തരം ഭക്തിജ്ഞാനവിരാഗാണാസുഖമുത്പദ്യതേ കഥം സ്ഥാപനം സമവർണേഷു പ്രേമപൂർവം പ്രയത്നത കുമാരാവോദ്യോ മാ ചിന്താം കുരുദേവശേ ഹർഷം ചിത്തേ സമാവഹ ഉവായ സുഖസാധ്യോത്ര വർത്തതേ പൂർവയേവ ഹി അഹോ നാഥധന്യോസി വിരക്താനാം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീയോഗഭാസ്കര ത്വയി ചിത്രന്ന മന്തവ്യം ഭക്തത്വമനുവർത്തിനി കടത്തേ കൃഷ്ണദാസസ്യ ഭക്തേ സംസ്ഥാപനാ സദാ വിശുവിൽ ബഹോ ലോകേ പന്ഥാന പ്രകടീകൃത സമസാധ്യാചലേ സമീപായ സ്വർഗഫലപ്രദ വയുണ്ഡസാധക പന്ഥാ സദുവോക്യോ ഹി വർത്തതേ തസ്യോപദിഷ്ടോ പൃഷ്ടം അയോഭാഗ്യേന ലഭ്യതേ സത്യമതവ നിർദ്ദിഷ്ടം യമവാചാ തുയത്തുര തദുച്യതേ സുനുഷാദ്യസ്തപ്രസന്നതി ഋവേജ്ഞാനസ്തവോ യജ്ഞായോഗജ്ഞാതസ്ഥദാപരേ സന്ധ്യായജ്ഞസ്ഥാനയജ്ഞോശ്ച തേ തു കർമ്മവിസൂചക സത്കർമ്മസൂചകോ നൂനജ്ഞാനി യജ്ഞസ്മൃതോ ബുധേ ശ്രീമദ്ഭാഗവതാലാഭ സദുഗീരശുഗാദിഭിः ഭക്തിജ്ഞാനവിരാഗാണാം തദ്ഘോഷേണ ബലം അഹ വദിഷ്യതി ദയോ കഷ്ടം സുഖം ഭക്തിർഭവിഷ്യതി പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ്ഭാഗവതധ്വനി കലേ ദോഷായ മേ സർവേ സിംഹശബ്ദാത്മകായിവ ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തി പ്രേമരസാവഹ
त्वदिकेहं प्रतिजनं तदक्रीडा करिष्यति कोविदस्तत्र कर्तव्यो मेघं पूर्वधामिदा कुमारवोजो शृङ्गारदवक्ष्यामो विनम्राय विवेकिने गङ्गाद्वार समीपेतो तडमानन्दनामभं नानाऋषिगणे दुष्टं देवसिद्धिं सेविधं नानादरुणदायन्नं नवकोमलवालुभं ब्रह्ममेकान्तदेशस्थं एव पद्मा सुसौरभं तत्समीपरस्तं निर्बलं दैवादराजीर्णकलेबरं तद्वयं च बृहस्पत्या भक्तिस्तत् अस्तित्वानिश्चिति यत्र भागवती वार्ता तत्र वत्यादिकं प्रचेत् तदा शब्दमभागन्या तात्विकं तरुणायते उदौवाच एवमुक्त्वा कुमारस्ते नारदेन समं तदा गङ्गाजलं समाजग्मो कदा बाणाय सत्वराम् यदा यदा स्तनं चेतो तदा कोलाहलोक्यबोध भूर्लोके देवलोके च ब्रह्मलोके देव च ते भागवतपीयूषपानाय रसनम्बरः दावन्दोऽप्याय सर्वे प्रथमं वेद वैष्णवा प्रगोवसिष्ठः शगनश्च गौतमो देवरादो रामस्तदागादिवश्च सागलो मृगण्डपुत्रादि च विप्लदा योगेश्वरो व्यासपराशरो चाच्छाया शुभो जाजले जन्मुख्य सर्वेऽपि मुनिगणा सापुत्रशिष्या सुस्त्रीभिराय विरति प्रणयेन युक्ता वेदान्ताश्च वेदाश्च मन्त्रासङ्ग्रहमूर्तया दश सप्तपुराणानि षट्शस्त्राणि धाययो गङ्गाद्या सरितस्थस्था पुष्करादि सरांसि च क्षेत्राणि च दिशः सर्वा दण्डकादिवनानि च नगादयो एवस्तत्र देवगन्धर्वदानव गुरुत्वा तत्र मायादान मृगो अम्भोद्यजानय दीक्षिता नरदेनादादत्ता ഓം നമോ ഭഗവതേ വാസുദേവായ. ഇപ്രകാരം സനകാദിമുനിമാർ നാരദർക്ക് പറഞ്ഞു കൊടുക്കുകയും നാരദർക്കും അവിടെ കഥാ സപ്താഹം പറയാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവരും ഒരുപാട് മഹർഷിമാരും എല്ലാവരും ഒത്തുചേർന്നു. അത്രേ ഭാഗവതധർമ്മം പറയുമ്പോഴേക്കും മഹാത്മ്യം പറയുമ്പോഴേക്കും അവിടെ ഭക്തിദേവിയും തൻ്റെ ജ്ഞാനവൈരാഗ്യങ്ങളും അവിടെ എത്തിച്ചേരുകയും അവർ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദീതി നാമാനി മുഹുർവദന്തി. ഇത്ര സമയം വൃദ്ധരായിട്ട് അവിടെ കിടന്നുകൊണ്ടിരുന്ന ആ ജ്ഞാനവൈരാഗ്യവും അവരുടെ അമ്മയായിട്ടുള്ള ഭക്തിദേവിയും ആടി പാടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി ഉല്ലസിച്ചുകൊണ്ട് ആ സഭയിലേക്ക് വരികയും അവർ വളരെയേറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ എവിടെയാണ് നിങ്ങളുടെ കഥാശ്രവണം കൊണ്ട് ഞങ്ങളിതാ വളരെയധികം ശരീരപ്രാപ്തി പ്രാപിച്ചിട്ട് നമുക്ക് വളരെയേറെ ചൈതന്യം ഉണ്ടായിരിക്കുന്നു, എവിടെയാണ് ഞങ്ങൾ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഭക്തന്മാരായിട്ടുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ പോയി വസിച്ചിരിക്കുക, ഭഗവാനെ സേവിക്കുവാനും ഭഗവാനെ അറിയുവാനും ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിൽ നിങ്ങൾ വസിക്കുക എന്ന് ഭക്തിദേവിയോട് പറയുകയാണ്. അപ്രകാരം ഭക്തിദേവി ജനങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുകയും ഏതൊരു ഹൃദയത്തിലാണോ ഭക്തി ഉണ്ടാവുക അവിടെ ക്രമേണ ജ്ഞാനവും വൈരാഗ്യവും കുടികൊള്ളും. അങ്ങനെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യത്തിൽ കൂടി മോക്ഷം നേടിയെന്ന് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 4-ാമത്തെ അധ്യായത്തിലും ആ ഭക്തിയുടെ ഏറ്റവും മഹത്തായിട്ടുള്ള ഭക്തിയുടെ എങ്ങനെയാണ് ലഭിക്കാൻ നമുക്ക് കാരണമായത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സ്വഭാവത്തിലേക്ക് പ്രവേശിക്കാൻ നോക്കിയപ്പോൾ ഉദ്ധവർ ഭഗവാനോട് പോകരുത് എന്ന് പറയുകയും ഭഗവാനെ ഈ കലികാലത്തിലുള്ള ജനങ്ങളെ ഉദ്ധരിപ്പിക്കാൻ അവിടെ നിന്നില്ലാതെ എന്താണ് സാധിക്കുക എന്ന് പറയുമ്പോൾ ഭഗവാൻ തൻ്റെ ചൈതന്യം ശ്രീമദ് മഹാഭാഗവതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ശ്രീമദ് മഹാഭാഗവതം കലികാലത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറ്റിത്തരും എന്നൊക്കെ പറയുന്നതുമൊക്കെയാണ് അടുത്ത അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീമദ് മഹാഭാഗവത് മഹാത്മ്യേ ചതുർത്ഥോധ്യായഃ. സൂതാവാച അത വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സല. ഹിന്ദുക്കാരുടെ മഹാദുഷ്ടപ്രവൃത്തിയും അദ്ദേഹം വേശ്യമാലയൊക്കെ കൊണ്ടുവന്ന് അമ്മയെ കൂടി കൊല്ലുന്നതും ആ വേശ്യമാരും അദ്ദേഹത്തെ കൊല്ലുന്നതും ഒക്കെയാണ്. എത്ര ദുഷ്ടത്തരം മനുഷ്യരുണ്ടായാൽ അവൻ എങ്ങനെയൊക്കെ അധപ്പതിക്കും, ഒരു മനുഷ്യനെ എത്രയൊക്കെ അധപ്പതിക്കാം എന്ന് കാണിക്കുകയാണ്
ശ്രീമദ് മഹാഭാഗവതത്തിലെ ഈ ഭാഗം. അത്രയ്ക്കും ദുഷ്ടനായിട്ടുള്ള അവന് അവർക്ക് ദേഷ്യമാർക്ക് വേണ്ടി അവൻ ധനം അപഹരിച്ചു കൊണ്ടുവരികയും ആ ധനം രാജാവ് കണ്ടുപിടിച്ചാൽ നമുക്ക് കഷ്ടമാണെന്ന് കരുതി ഈ സ്ത്രീകൾ അദ്ദേഹത്തെ വധിക്കുന്നതും ഇങ്ങനെ ദുഷ്ടമായിട്ട് മരിച്ചതുകൊണ്ട് വിപരീതമായിട്ട് മരിച്ചതുകൊണ്ട് അവർ ഒരു ദുഷ്ടപിശാചായി ആ നാട്ടിൽ മുഴുവൻ ഉപദ്രവമായിട്ടുണ്ടാവുകയും ഇത് കേട്ട ഗോകർണൻ അദ്ദേഹത്തിന് വേണ്ട പല ക്രിയകളും ചെയ്തിട്ടും ആ പ്രേതാത്മാവിന് മോക്ഷം ലഭിക്കാതെ പിന്നീട് ആ പ്രേതാത്മാവ് സപ്താഹ ശ്രവണത്തിലൂടെ മോക്ഷം ലഭിക്കുന്നതും ഒക്കെയാണ് അടുത്ത അധ്യായത്തിൽ പാരായണം ചെയ്യുന്നത്. സപ്താഹം അത്രയ്ക്കും ദുഷ്ടമായിട്ടുള്ള ആ ആത്മാവ്, പക്ഷെ അദ്ദേഹം അത്രയും ശ്രദ്ധയോടുകൂടി കേട്ടതുകൊണ്ടാണ് മോക്ഷം ലഭിക്കാൻ സാധ്യമായത്. അല്ലാതെ വെറുതെ ദുഷ്ടതരം ചെയ്തിട്ട് സപ്താഹം കേട്ടു എന്നിട്ട് മോക്ഷം അങ്ങനെയല്ല. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി അവിടെ ഇരുന്ന് മനനം ചെയ്തുകൊണ്ട് ഇത്രയും മഹാത്മാക്കളായിട്ടുള്ളവരും വളരെയേറെ ആൾക്കാർ ആ നാട്ടിലുള്ള എല്ലാവരും ഈ സപ്താഹം കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദുഷ്ട ആത്മാവായിട്ടുള്ള ഈ ദുന്തുകാരിക്ക് മാത്രമാണ് മോക്ഷം ലഭിച്ചത്. അപ്പോൾ ദേവന്മാരൊക്കെ അവിടെയുള്ളവരൊക്കെ വന്ന് ചോദിക്കുകയാണ്, ഇത്രയും മഹാത്മാക്കൾ സപ്താഹം കേട്ടു, അവർക്കൊന്നും മോക്ഷം ലഭിക്കാതെ ഇത്രയും ദുഷ്ടാത്മാവിന് എങ്ങനെയാണ് മോക്ഷം ലഭിച്ചത് ഭാഗവത സപ്താഹം കേട്ടപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, മനനം ചെയ്തുകൊണ്ട് ശ്രദ്ധയോടുകൂടി പശ്ചാത്താപത്തോടുകൂടി ആണ് ആ ദുഷ്ടാത്മാവ് കേട്ടത്, അതുകൊണ്ടാണ് അപ്രകാരം മോക്ഷം ലഭിച്ചത് എന്ന് പറഞ്ഞിട്ട് ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം നടത്തി. ആ സപ്താഹത്തിൽ വളരെ ശ്രദ്ധയോട് കൂടെ കേട്ട് എപ്രകാരമാണോ ശ്രീരാമദേവന്റെ കൂടെ സരയൂ നദിയിൽ ഭഗവാനെ ശ്രമിച്ചുകൊണ്ട് മുങ്ങിയവർക്കൊക്കെ മോക്ഷം ലഭിച്ചത്, അപ്രകാരം ആ നാട്ടുകാരൊക്കെ ഗോകർണന്റെ സപ്താഹ ശ്രവണം കേട്ട് മോക്ഷം ലഭിച്ചു എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഇനിയും ഒരു അധ്യായം കൂടി പാരായണം ചെയ്യാനുണ്ട്. ഇത് 5ാമത്തെ അധ്യായമാണ്. 6 അധ്യായമുണ്ട്. അത് പഞ്ചമോധ്യായ സുഹൃതോവാച പിതരുപരിധി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സമാപ്തമിദം ശ്രീമദ് ഭാഗവത മഹാത്മ്യം. ഹരി ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത്ര നാൾ പറഞ്ഞാലും തീരുകയില്ല, ചുരുക്കി പറഞ്ഞ് വയ്ക്കുകയല്ലാതെ നിവൃത്തിയില്ല. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. ശ്രീമദ് വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗവും ഭഗവാന്റെ മംഗളസ്തോത്രവും ചൊല്ലിയിട്ട് ഇന്നത്തെ പാരായണം ഭഗവാന് സമർപ്പിക്കാം. നാളെ രാവിലെ 6 മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ശ്രീമദ് മഹാഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകണം. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠാദിനം വളരെ ഭഗവാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ നടത്തണമെന്ന് ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തരായുള്ള നമ്മൾ ഭഗവാന്റെ പിറന്നാളായിട്ടുള്ള പ്രതിഷ്ഠാദിനത്തിന് നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ ചെയ്യുകയാണ്. തെറ്റുകുട്ടികൾ ക്ഷമിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ ഭഗവാനെ നമിക്കാം. മംഗളം മഞ്ജുളം കൃഷ്ണപാദാംബുജം മംഗല്യദായകം കൃഷ്ണപാദാംബുജം സങ്കടനാശനം കൃഷ്ണപാദാംബുജം സന്തോഷദായകം കൃഷ്ണപാദാംബുജം ദുഷ്ടവിനാശനം കൃഷ്ണപാദാംബുജം ശിഷ്ടജനപ്രിയം കൃഷ്ണപാദാംബുജം മുക്തിപ്രദായകം കൃഷ്ണപാദാംബുജം ശക്തിപ്രദായകം കൃഷ്ണപാദാംബുജം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം സ്വസ്തി പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.
ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം നന്ദമുകുന്ദോരാ ശരണം മേ തവ ചരണയുഗം പവനപുരീശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം കടലാൾ കൃഷ്ണ കമനീയ രൂപ ശരണം മേ തവ ചരണയുഗം പ്രഹ്ലാദ പ്രിയ കരഹരി രൂപ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേ തവ ചരണയുഗം ശങ്കര ബാല പൊന്നയ്യപ്പ ശരണം മേ തവ ചരണയുഗം പഴനി വാസ ശ്രീ സുബ്രഹ്മണ്യ ശരണം മേ തവ ചരണയുഗം ശ്രീരാമ വർഷിണിനാഥ മുത്തപ്പ ശരണം മേ തവ ചരണയുഗം ശ്രീരാമദൂത ശ്രീയാഞ്ജനേയ ശരണം മേ തവ ചരണയുഗം ശ്രീരഘവാമ രാഘവദശരഥനന്ദന ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദമുരാരേ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പാരായണം ഭഗവാന്റെ